പാലമറ്റത്ത് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നിരവധി തെങ്ങുകളും കമുകും വാഴയും കാട്ടാനക്കൂട്ടം ചവിട്ടി നശിപ്പിച്ചു. കോതമംഗലത്തിന് സമീപം പാലമറ്റത്ത് തിങ്കളാഴ്ച പുലർച്ചെയാണ് ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. കീരമ്പാറ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ കാളക്കടവിന് സമീപത്തെ കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. കായ്ച്ചതും കായ്ക്കാത്തതുമായ നിരവധി തെങ്ങുകളും കമുകും വാഴകളുമാണ് തിന്നും ചവിട്ടി മെതിച്ചും ആനക്കൂട്ടം നശിപ്പിച്ചത്. 15ഓളം വലിയ തെങ്ങുകൾ കടപുഴകിയ നിലയിലാണ്. 4 ലെയറുള്ള കമ്പിവേലി തകർത്താണ് ആനകൾ അകത്ത് കടന്നത്. ആലുവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സെമിനാരിയുടെ ഉടമസ്ഥതയിലുള്ള 9.5 ഏക്കർ സ്ഥലത്തെ കൃഷികളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. വനം വകുപ്പിന്റെ RRT സംഘവും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. ഈ കൃഷിയിടത്തിൽ ആദ്യമായാണ് ആനകൾ എത്തുന്നതെന്ന് കൃഷിയിടത്തിന്റെ ചുമതലയുള്ള പൗലോസ് പറഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് ആന വന്നത്. ന്യായമായ ഒത്തിരി അടയ്ക്കമരവും തെങ്ങും കാച്ചു ഓടുന്ന തെങ്ങും തൈത്തെങ്ങും ഉൾപ്പെടെ വാഴ എല്ലാം നശിപ്പിച്ചിട്ട് പോയി. മുള്ളുവേലി ഇട്ടിട്ടുണ്ടായിരുന്നു. മുള്ളുവേലി ആ കാലൊക്കെ ചവിട്ടി ഓടിച്ച് ആണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയേക്കണേ. നേരം 3 മണിയായപ്പോൾ ഈ റോട്ടിൽ വന്ന ഒരാളാണ് ഈ ആന നിൽക്കുന്ന കണ്ടത്. എപ്പോഴാണ് കയറിയെന്ന് തന്നെ അറിയാൻ പറ്റില്ല. അപ്പോൾ കൂട്ടമായിട്ട് വന്നാണ് കയറിയത് മുഴുവൻ. ഇതിനു മുമ്പ് ഇവിടെ ഈ പറമ്പിൽ ആന വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് വന്നത്. വന്യമൃഗശല്യം മൂലം കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു. ആനശല്യവും പന്നിശല്യവും കുരങ്ങ് ശല്യവും മലയാളം ശല്യം അങ്ങനെ നിരവധി കാട്ടുമൃഗങ്ങളുടെ ശല്യം മുഖാന്തരം ഇവിടെ കർഷകർക്ക് കൃഷി പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗവൺമെൻറ് തീരുമാനമെടുത്താണ്. പക്ഷേ വനം വകുപ്പിൻ്റെ ഒരു വികൃതിപരമായ അല്ലെങ്കിൽ വിചിത്രമായ ഒരു തീരുമാനം കാരണമാണ് ഇപ്പോൾ ഫെൻസിങ് സ്ഥാപിക്കാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 1 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഇവിടെ ഫെൻസിങ് ഇവിടെ ഭൂതത്താങ്കെട്ട് മുതൽ നേര്യമംഗലം കാളക്കടവ് വരെയുള്ളൊരു ഫെൻസിംഗ് ആണ്. 8.5 കിലോമീറ്ററാണ് ഫെൻസിങ്. ആ ഫെൻസിങ്ങിൽ സംഭവിച്ചിരിക്കുന്നത് എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ, അതായത് നിലവിൽ 1 കോടി രൂപയുടെ പദ്ധതിയാണെങ്കിൽ 80 ലക്ഷത്തിൻ്റെയെങ്കിലും ഈ സാമ്പത്തിക വർഷത്തിൽ ഇതേ ഫെൻസിങ് നടത്തിയ ആളുകൾക്ക് കോൺട്രാക്ടർ കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു വിചിത്രമായ നിയമം ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഇങ്ങനെയുള്ള വിചിത്രമായ നിയമം പറഞ്ഞുകൊണ്ട് ഈ നിലവിലെ ഫെൻസിങ് ഇവിടെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ മടുത്തു. രാത്രി കാലങ്ങളിലൊക്കെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പാടാത്ത അവസ്ഥ. വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേനും ആനകൾ പല നിൽക്കുന്നു. തട്ടേക്കാട് ഏരിയയിൽ ഇറങ്ങുന്നു, ഇഞ്ചത്തൊട്ടിയിൽ ഇറങ്ങുന്നു, ചാരുപാറ ഇറങ്ങുന്നു. ഇപ്പോൾ പാലമറ്റിലടുത്ത് ആന ഇറങ്ങിയിരിക്കുക. ഇത് ഒരു നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല. KCV ന്യൂസ്, കോതമംഗലം.